വയം ആരംഭം കുർമഃ. സംസ്കൃത പഠനം വിഷ്ണു സഹസ്രനാമദ്വാര. അസ്തു. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർ ഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ അപ്രമേയോ ഹൃഷീകേശ പദ്മനാഭോമരപ്രഭു വിശ്വകർമാമനുസ്ത്വഷ്ടാ സ്ഥവിഷ്ഠസ്ഥവിരോ ധ്രുവ അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർദന പ്രഭൂതസ്ത്രികകുബ്ധാമ പവിത്രം മംഗളം പരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധരിഷ കൃതജ്ഞ കൃതിരാത്മവാൻ സുരേശ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദരിശന. ഇത്രയല്ലായിരുന്നു ആയത്? അതെ അതെ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് പഠിക്കാം. പ്രത്യേക സർവദർശന. അടുത്തത് അജസർവേശ്വര സിദ്ധ അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസൃത. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദി അച്യുത വൃഷാകപി അമേയാത്മാ സർവയോഗ വിനിസൃത. അപ്പോ ആദ്യം അജ 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 എന്നുള്ള വാക്കിന്റെ അർത്ഥം ജനനം ഇല്ലാത്ത. ജ ജ എന്ന് പറയുമ്പോൾ ജനിക്കുക എന്നാണ്. അജ ആ ജനനമില്ലാത്ത ആള്. ജനനമില്ലാത്ത ആള് എന്ന് പറഞ്ഞാൽ നാശമില്ല, അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ജനിക്കുന്നില്ല എന്നർത്ഥം. ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അവസ്ഥയിൽ നിന്നും വേറൊരു അവസ്ഥയിലേക്ക് മാറുകയാണല്ലോ, ഒരു മാറ്റം ആണ്. ആ മാറ്റം ഇല്ല, ഒരു മരണവുമില്ല. അങ്ങനെയുള്ള നിത്യം അനന്തം എപ്പോഴും മാറ്റമില്ലാത്ത ഒരവസ്ഥ. അതാണ് സാധാരണ. ജനിച്ചാൽ മരിക്കണം, അതാണ് നിയമം. അതുകൊണ്ട് ജനിച്ചിട്ടുമില്ല മരിക്കുന്നുമില്ല.
അതാണ് അജ. അടുത്തത് സർവേശ്വര. അജ എന്നുള്ളതിന്റെ ഈ നാമായിട്ട് വരുമ്പോ അജായ എന്ന് വരും. അജ, അജായ, അജായ നമ. അടുത്തത് സർവേശ്വര. 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 ശിവ സർവേശ്വര എന്നാണ്. സർവേശ്വര. അവിടെ സർവ ഈശ്വര, സർവന്മാരുടെയും ഈശ്വരൻ, എല്ലാവരുടെയും ഈശ്വരൻ, അതാണ് സർവേശ്വര. എല്ലാ ദേവന്മാരുടെയും ദൈവം ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഏറ്റവും അപ്പുറത്തുള്ള പരമമായിട്ടുള്ള നിയന്താവ്, നിയന്ത്രിക്കുന്നയാൾ. അത് ഏറ്റവും ശക്തനാണ്, സർവശക്തനാണ്. അങ്ങനെയുള്ള ആള്, അതാണ് കർത്താവ്, അതാണ് സർവേശ്വര. അജ സർവേശ്വര. ഈ സർവേശ്വര എന്നുള്ളതും അകാരാന്തം തന്നെയാണ്. അജ എന്നുള്ളതും അകാരാന്തം. ഇത് രണ്ടും അകാരാന്താണ്. അപ്പൊ അതുകൊണ്ടാണ് അജായ എന്ന് ചതുർത്ഥി വന്നത്. അജായ നമ. ഇവിടെ സർവേശ്വര എന്നുള്ളത് സർവേശ്വരായ നമ എന്ന് വരും. അപ്പൊ ഇവിടെ അജ സർവേശ്വര അങ്ങനെ രണ്ട് പദങ്ങൾ വരുന്ന സമയത്ത് അജ എന്നുള്ളതിന് വിസർഗമുണ്ട്. ആ വിസർഗം അടുത്ത പദമായിട്ട് ചേരുമ്പോൾ, സർവേശ്വര എന്നുള്ള പദമായിട്ട് ചേരുമ്പോൾ ആ വിസർഗത്തിന് സകാരം വരും. അജസ് എന്നാവും. വിസർഗം മാറിയിട്ട് അതിന് പകരം സ് എന്നാവും. അജസ്. അത് സർവേശ്വര എന്നുള്ളതിന്റെ കൂടെ കൂടും. അജസ് സ. സ് സ കൂടുമ്പോ സ എന്നാവും. അജസ് സർവേശ്വര എന്നാവും. ഈ സർവേശ്വര എന്ന് പറഞ്ഞാല് എല്ലാത്തിന്റെയും നിയന്താവ് എന്നൊക്കെയുള്ള അർത്ഥം. അപ്പൊ അജസ് സർവേശ്വര. അടുത്തത് സിദ്ധ എന്നാണ്. സിദ്ധ അക്ഷരം ശ്രദ്ധിക്കണം. സി ദ് ആ വിസർഗം. ധ, ദകാരം, ധകാരം, ഇങ്ങനെ അക്ഷരങ്ങൾ കൂടിയിട്ടാണ് സിദ്ധ. സിദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ സാധാരണ പലപ്പോഴും പറയാറുണ്ട് സിദ്ധൻ, അതാ ഒരു സിദ്ധൻ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിദ്ധിച്ച ആള് ആണ് സിദ്ധൻ. സിദ്ധിച്ചത് എന്ന് പറഞ്ഞാൽ കിട്ടിയ ആൾ. അതായത് എന്താണോ വേണ്ടത് അത് കിട്ടിയ ആൾ, നേടേണ്ടത് നേടിയ ആൾ. എന്താണ് വേണ്ടത് അതൊക്കെ ചെയ്യേണ്ട ആളൊക്കെ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നേടേണ്ടതെല്ലാം നേടിയവൻ എന്ന് പറഞ്ഞാല് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ സമ്പൂർണനായിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഒന്നും നേടാനില്ലല്ലോ. അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാളാണെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചിലത് കിട്ടാനുണ്ട് എന്നുള്ള അവസ്ഥയുള്ളൂ. ഇതിപ്പോ അതില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും അന്തിമമായ ലക്ഷ്യമായിട്ടുള്ള എന്നർത്ഥം. പിന്നെ വേറൊരർത്ഥം സിദ്ധ, നല്ല സിദ്ധനാണ് എന്നുള്ളത്, നല്ല പ്രശസ്തനാണ് എന്നും ഒരർത്ഥമുണ്ട്. ഏതായാലും എല്ലാത്തിനും യോജിക്കുന്ന നാമം തന്നെയാണ്. സിദ്ധ എന്നുള്ളത് സിദ്ധായ എന്ന് വരും. അവിടെയും ഈ പറഞ്ഞതുപോലെയാണ്. സർവേശ്വര എന്ന് കഴിഞ്ഞിട്ട് സിദ്ധ കൂടുമ്പോഴും ആ വിസർഗം സകാരമായിട്ട് സിദ്ധ. സർവേശ്വര സിദ്ധ, സർവേശ്വര സിദ്ധ എന്നാവും. അജ സർവേശ്വര സിദ്ധ. അടുത്തത് സിദ്ധി എന്നാണ്. ഇപ്പൊ സിദ്ധ എന്നുള്ളതിന്റെ അവിടെ വിസർഗവും അതിന് മുമ്പായിട്ട് ഇകാരവും വന്നു കഴിഞ്ഞാൽ സിദ്ധിയായി. സിദ്ധ എന്നുള്ളത് സിദ്ധി. സിദ്ധ അകാരം മാറിയിട്ട് ഇകാരായിട്ട് വിസർഗം സിദ്ധി. അപ്പോ ഉച്ചാരണത്തിൽ വലിയ ഇതില്ല, സിദ്ധി എന്നായി എന്ന് മാത്രം. എന്താണ് സിദ്ധി എന്ന് പറയുമ്പോ പിന്നെ സിദ്ധൻ എന്നുള്ളൊരു അർത്ഥം തന്നെ ഏതാണ്ടൊക്കെ വരും. സിദ്ധി ഉണ്ടായ ആള് സിദ്ധൻ, അത് തന്നെയാണ് സിദ്ധി. അതേ അർത്ഥം തന്നെ സിദ്ധി എന്നുള്ളതിനും പറയാം. ശുദ്ധമായിട്ടുള്ള അവബോധം. അങ്ങനെ എല്ലാ സ്ഥലത്തും അംഗീകാരം കിട്ടുന്നയാള്, അതാണ് സിദ്ധ അല്ലെങ്കിൽ സിദ്ധി. സിദ്ധി എന്നുള്ളതിന് വേറൊരു അർത്ഥം പറയാൻ ഈ കർമ്മത്തിന്റെ ഫലം അത് സാധ്യമാക്കുന്നയാള്, അങ്ങനെ ആവാം.
എല്ലാത്തിൻ്റെയും കേവലമായിട്ടുള്ളതിന്റെ ഭാവമാണ് കൈവല്യം. അതിന്റെ അനന്തമായ ഫലത്തെ കൊടുക്കുന്നയാള്, കൈവല്യത്തിന്റെ അനന്തമായ ഫലത്തെ കൊടുക്കുന്നയാള്. അത് എന്താണ്? മോക്ഷമാണ്. ആ മോക്ഷം കൊടുക്കുന്നയാള്, മോക്ഷം കൊടുക്കാൻ കഴിവുള്ളയാള് എന്നർത്ഥം. എല്ലാ കർമ്മത്തിന്റെയും മറ്റുള്ള എല്ലാ കർമ്മങ്ങളും അതിനൊക്കെ ഈ സ്വർഗലബ്ധി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആപേക്ഷികമായിട്ടുള്ള ആനന്ദം, സന്തോഷം മാത്രമാണ് ഉണ്ടാകുക. എന്നാല് ആത്മാവിനെ സാക്ഷാത്കരിക്കുക, മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരു തിരിച്ചു വരവ് ഇല്ല. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള, അതുകൊണ്ട് തന്നെ സിദ്ധി എന്നുള്ള പദം, മോക്ഷം, മോക്ഷസ്ഥാനം, മോക്ഷം കൊടുക്കുന്നയാൾ, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കാൻ എവിടെയാണോ എത്തിപ്പെടേണ്ടത് ആ സ്ഥാനം, അതാണ് സിദ്ധി. അപ്പൊ അവിടെ സിദ്ധസിദ്ധി, അജ സർവേശ്വര സിദ്ധ, അത് കഴിഞ്ഞിട്ട് സിദ്ധി. അവിടെ ഈ പറഞ്ഞ പോലെയാണ് കൂട്ടിയിട്ട്, പക്ഷെ 2 വരി ആയതുകൊണ്ട് കുഴപ്പമില്ല. കൂട്ടി ചെല്ലുകയാണെങ്കിൽ അവിടെയും ഈ സിദ്ധി എന്നുള്ളതിന്റെ സകാരം ഇരട്ടിച്ച് സിദ്ധസിദ്ധി എന്നാവും കൂട്ടി ചെല്ലണമെങ്കിൽ. അല്ലെങ്കിൽ അജ സർവേശ്വര സിദ്ധ സിദ്ധി, അങ്ങനെ ചെല്ലാം. കൂട്ടി ചെല്ലുമ്പോഴും അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദി, അങ്ങനെ ചെല്ലാം. അങ്ങനെ കൂട്ടിച്ചെല്ലുകയാണെങ്കിൽ ഈ സകാരം ഇരട്ടിക്കുന്ന അർത്ഥം, സിദ്ധി. അടുത്തത് സർവാദി. സർവ ആദി. സിദ്ധി എന്നുള്ളതിന്റെ ഈ നാമം വരുമ്പോ അത് ചതുർത്ഥിയായിട്ട് വരുമ്പോൾ സിദ്ധയേ എന്നാ വരിക. സിദ്ധൈ, അത് ഇകാരാന്താണ്, അതുകൊണ്ട് തന്നെ സിദ്ധയേ നമ എന്ന് വരും. സിദ്ധയേ നമ, സിദ്ധയേ എന്നാണ് വരിക. സിദ്ധി. സർവാദി, സർവാദി എന്നാണ് അടുത്ത പദം. സർവ ആദി, സർവത്തിന്റെയും ആദി. ആദി എന്ന് പറഞ്ഞാൽ തുടക്കം. എല്ലാത്തിൻ്റെയും സർവത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ആരംഭം ആയിട്ടുള്ളയാള്, തുടക്കമായിട്ടുള്ളയാള്. തുടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനും മുമ്പ് ഉണ്ടായിരുന്നയാളാണ്. എല്ലാത്തിൻ്റെയും ആദ്യമായിട്ടുള്ള ആള് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ മുമ്പ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് ഉണ്ടായിരുന്നയാള് എന്നർത്ഥം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഫലങ്ങള് അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ. പിന്നെ സൃഷ്ടിയുടെ മുമ്പ് ഉണ്ടായിരുന്ന, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്ന എന്നൊക്കെ അതൊക്കെ അത് തന്നെയാണ്. അജ സർവേശ്വര സിദ്ധ. സർവാദി എന്നുള്ളതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇകാരാന്തം ആയതുകൊണ്ട് സർവാദയേ നമ എന്നാവും. സർവാദയേ നമ. അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദി. അടുത്തത് അച്യുത. 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 ച്യു എന്ന് പറയുമ്പോൾ ച് യു ഉ ആണ് ച്യു. അച്യുത. അച്യുത എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ ച്യുതി എന്നുള്ളത്. ച്യുതി എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കൊക്കെ അറിയാം. ആ ച്യുതി ഇല്ലാത്തയാൾ എന്നൊരർത്ഥം. ച്യുതി, നാശം, പതനം, വീഴ്ച, അത് ഇല്ലാത്തയാൾ, അതാണ് അച്യുത. പതനം ഇല്ലാത്തയാൾ, ഒരിക്കലും വീഴാത്തയാൾ. ഏതിലാണ് വീഴാത്തത്? സാധാരണ ശരീരം കൊണ്ടുള്ള വീഴലല്ല. അതായത് ഈ സംസാര സാഗരമുണ്ട്, അതിലേക്ക് വീഴുക, സംസാരത്തിന്റെ ദുഃഖത്തിലേക്ക് വീഴുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന അതാണ് ച്യുത. അതില്ലാത്തയാള് അച്യുത, അങ്ങനെ വീഴാത്തയാള് എന്നർത്ഥം. അപ്പൊ സ്ഥിരമായിട്ടുള്ള യാഥാർത്ഥ്യം, ശുദ്ധമായിട്ടുള്ള യാഥാർത്ഥ്യം. അജ്ഞത എന്ന് പറയുന്ന വിഷയം ഒരിക്കൽ പോലും ഇല്ലാത്ത, അത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ശുദ്ധമായിട്ടുള്ള അറിവ്. അതായത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്, ആ സ്വഭാവത്തിൽ നിന്നും ഒരിക്കലും മാറാത്ത, അതാണ് അച്യുത. അജ സർവേശ്വര സിദ്ധ അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാദി അച്യുത. സർവാദി അച്യുത അവിടെ കൂടി വരുമ്പോൾ
ഈ സർവാദി എന്നുള്ള വിസർഗമുണ്ട്. ആ വിസർഗം ര് എന്നായിട്ട് മാറും. വിസർഗം ര് എന്നായിട്ട് മാറും. എന്നിട്ട് അച്യുത എന്നുള്ളതിന്റെ കൂടെ കൂടും. അപ്പോ സർവാദി ര് അച്യുത, സർവാദിരച്യുത എന്നാവും. സർവാദിരച്യുത. അടുത്തത് അത് അച്യുതായ എന്നാണ് നാമം വരുമ്പോ. അച്യുതായ നമ. അടുത്ത പദം വൃഷാകപി. വൃഷാകപി വിസർഗം. വൃഷാകപി. വൃഷാകപി എന്നുള്ള വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. പിന്നെ ഭഗവാന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ കപി എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. പന്നി എന്നൊരർത്ഥമുണ്ട്. അപ്പം വൃഷ എന്നുള്ളതിന് ധർമ്മം എന്നൊരു അർത്ഥമുണ്ട്. ഈ കശ്യപ പ്രജാപതി ഞാൻ വൃഷാകപിയാണ് എന്ന് പറയുന്നുണ്ട്. കവി എന്ന് പറഞ്ഞാല് ഈ സാധാരണ നമ്മൾ പറഞ്ഞു വൃഷം എന്നുള്ളതിന് ധർമ്മം. ആ ധർമ്മം ഈ കവി എന്നുള്ളതിന് പന്നി എന്നർത്ഥം. അപ്പൊ ധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിൽ നിന്നല്ല, ധർമ്മത്തെ ഈ പന്നി ചെയ്യുന്ന എന്താണ്? താഴെ നിന്നും ഉള്ളിലേക്ക് കുതിച്ചു പോയിട്ട് മുകളിലേക്ക് എടുത്തു ഉയർത്തി. അതാണ് ചെയ്തത് വരാഹാവതാരം. അതിലങ്ങനെയാണല്ലോ, ആ ഭൂമിയെ തന്നെ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോയിട്ട് അവിടുന്ന് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പൊ ധർമ്മത്തിനെ ഉയർത്തുക, വൃഷത്തെ ഉയർത്തുക, അങ്ങനെ ഒരർത്ഥം വൃഷാകപി എന്നുള്ള അർത്ഥം. ആ ഒരർത്ഥമാണ് വരുന്നത്. ധർമ്മം, ധർമ്മത്തെ എടുത്ത് ഉയർത്തിയ, അധർമ്മത്തിൽ മുങ്ങിയ ലോകത്തെ, അധർമ്മത്തിൽ മുങ്ങിയതായ ലോകത്തെ, ആ ലോകത്തെ അവിടെ നിന്നും ഉയർത്തിയിട്ട് ധർമ്മത്തിൻ്റെതായ അറിവ് അല്ലെങ്കിൽ വെളിച്ചം ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചയാള്. അതാണ് വൃഷാകപി. വൃഷാകപി. പിന്നെ ഉള്ളത് വൃഷാകപി എന്നുള്ളത് ഇകാരാന്താണ്. കപി കപയേ എന്നാണ് വരിക. കവയേ എന്നൊക്കെ വരുന്നത് പോലെ തന്നെ കപി എന്നുള്ളത് കപയേ എന്ന് വരും. അപ്പൊ വൃഷാകപയേ നമ എന്നാണ് വരിക. വൃഷാകപി. അടുത്തത് അമേയാത്മാ. 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 അമേയമായ ആത്മാവ്, അമേയമായ ആത്മാവോട് കൂടിയാണ്. അതാണ് അമേയാത്മാ. അമേയാത്മാ എന്ന് പറയുമ്പോൾ തൻ്റെ ഈ വൈവിധ്യങ്ങള്, വിവിധ തരത്തിലുള്ളതായ സ്വഭാവം അല്ലെങ്കിൽ പ്രകടനങ്ങൾ ഉള്ള, കണക്കില്ലാത്ത അത്രയും, ധാരാളം അർത്ഥം, കണക്കില്ലാത്ത അത്രയും ഉള്ളതായ ഈ പ്രപഞ്ചം എത്രയുണ്ട് എന്ന് കണക്കില്ല. അങ്ങനെയുള്ള ആ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ സർവനാഥൻ ആയിട്ടുള്ള രൂപമാണ് വിരാട് പുരുഷൻ. ആ പുരുഷനെ ആണ് അമേയാത്മാ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ രൂപങ്ങളും അവനിൽ നിന്നാണ് ഉയർന്നത്. വിരാട് പുരുഷനിൽ നിന്നാണ് എല്ലാ രൂപങ്ങളും ഉയർന്നു വന്നത്. അവസാനം ലയിക്കുന്നതും അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് അമേയമായ ആത്മാവോട് കൂടിയ, അമേയം അനന്തം ആയിട്ടുള്ള ആത്മാവോട് കൂടിയ എന്നർത്ഥം. ആ ആത്മാവിൽ നിന്നാണ്, ആ പരമാത്മാവിൽ നിന്നാണ് ഓരോരോ തരത്തിലുള്ള ജീവാത്മാക്കൾ ഉണ്ടാവുന്നത്. അവസാനം ലയിക്കുന്നതും അവിടേക്ക് തന്നെയാണ്. അങ്ങനെയാണ് അമേയാത്മാ. അമേയാത്മാ, ആത്മാ എന്ന് വരും. ആത്മാ, ആത്മാ എന്നുള്ളത് നകാരാന്താണ്. അപ്പോൾ ആത്മനേ നമ എന്ന് പറയുമ്പോൾ അമേയാത്മനേ നമ എന്ന് വരും. അമേയാത്മനേ നമ, അതാണ് രൂപം വരിക. അപ്പോ
അജ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാകപി രമേയാത്മാ. അടുത്തത് സർവയോഗ വിനിസൃത. സർവയോഗ വിനിസൃത. സർവയോഗ വിനിസൃത. യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? യോഗ, യോഗം എന്ന് പറഞ്ഞാല് യുക്ക്, യോജിക്കുക എന്നുള്ള അർത്ഥം. എല്ലാ യോഗങ്ങളിൽ നിന്നും, സർവയോഗങ്ങളിൽ നിന്നും വിനിസൃതനായിട്ടുള്ള ആള്. വിനിസൃതൻ എന്ന് പറഞ്ഞാല് ബന്ധങ്ങളിൽ നിന്ന് മോചനം ഉള്ള, മോചനം എന്ന് പറഞ്ഞാൽ അതില് പെടാത്ത ആള് എന്നൊക്കെ അർത്ഥം. അതിൽ നിന്നും മുക്തനായിട്ടുള്ള ആള്, സ്വതന്ത്രനായിട്ടുള്ള ആള്, എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനായിട്ടുള്ള ആള്, അതാണ്. അതായത് ഒരു വസ്തുവിനോടും പ്രത്യേകിച്ചൊരു ഈ അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുന്നില്ല, അത് ഇല്ലാത്ത ആള്. അപ്പോ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് പുറത്താവണം, പുറത്തല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധത്തിന്റെ ആവശ്യവും ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയാലാണല്ലോ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഇതുണ്ട്. ഇതിപ്പോ അങ്ങനെയല്ല, അവനവൻ തന്നെയാണ്, ഇപ്പൊ പുറത്തല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധത്തിന്റെ ആവശ്യവും ഇല്ല. അപ്പൊ അതിൽ നിന്നും അതീതനാണ് എന്നർത്ഥം. അങ്ങനെയൊക്കെയുള്ള സർവയോഗങ്ങളിൽ നിന്നും വിനിസൃതനായ എന്നർത്ഥം. സർവയോഗ വിനിസൃത. അപ്പൊ നമുക്കൊന്ന് ചൊല്ലി പഠിക്കാം. അജസർവേശ്വര സിദ്ധ. അജസർവേശ്വര സിദ്ധ. അജസർവേശ്വര സിദ്ധ. സിദ്ധി സർവാതിരച്യുത. സിദ്ധി സർവാതിരച്യുത. സിദ്ധി സർവാതിരച്യുത. വൃഷാകപി രമേയാത്മാ. വൃഷാകപി രമേയാത്മാ. വൃഷാകപി രമേയാത്മാ. സർവയോഗ വിനിസൃത. സർവയോഗ വിനിസൃത. സർവയോഗ വിനിസൃത. അജസർവേശ്വര സിദ്ധ. സിദ്ധി സർവാതിരച്യുത. വൃഷാകപി രമേയാത്മാ. സർവയോഗ വിനിസൃത. അടുത്ത ശ്ലോകം പഠിക്കാം. വസുർവസുമനാ സത്യ സമാത്മാ സംമിത സമ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി. അപ്പോ വസു, ആദ്യത്തത് വസു എന്നാണ്. വസു, വസു എന്ന് പറഞ്ഞാൽ എന്താണ്?
എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പലതരത്തിലുള്ള വസ്തുക്കളുടെയും സത്ത, അത് സ്വയം ആയിട്ടുള്ളയാള്. നമ്മളുടെ തന്നെ ആയിട്ടുള്ള വിഷയങ്ങൾ എപ്പോഴും ഒരേ തരത്തിൽ തന്നെ, ഒരേ മനസ്സിൽ തന്നെ നിലനിൽക്കുക. അങ്ങനെയുള്ള ആള്, അതാണ് വസു. അടുത്തത് വസു എന്നുള്ളത് ഉകാരാന്തം ആണ്. വസു എന്നുള്ളത് ഉകാരാന്താണ്. അതുകൊണ്ട് തന്നെ വസവേ നമ എന്ന് വരും. വസവേ നമ. അടുത്തത് വസുമന എന്നാണ്. വസുർ വസുമന. വസു വസുമന. വസുർ വസുമന. വസുമന എന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടിയ ആളാണ് വസുമന. വസുമന എന്നാണ് രൂപം. വസുമന വിസർഗം. എല്ലാ വികാരങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അതിൻ്റെ ഒന്നും ബന്ധങ്ങളില്ലാത്ത, അതൊന്നും ബാധിക്കാത്ത മനസ്സ്. ആഗ്രഹങ്ങള്, അസൂയകള്, അങ്ങനെയൊക്കെയുള്ള ഈ കലുഷമായിട്ടുള്ള അന്തരീക്ഷം, കൊടുങ്കാറ്റുകൾ ഒക്കെ, അതൊന്നുമില്ലാത്ത മനസ്സ് ആയിട്ട് വരിക. അതാണ് വസുമന. ഈ വസുമന എന്നുള്ളത് വസുമനസേ എന്നാണ് വരിക. അത് സകാരാന്തായിട്ടാണ്. വസുമന. മന മനസോ മനസ, മനസ്സ് എന്നുള്ളതിൻ്റെയാണ് വസുവായിട്ടുള്ള മനസ്സ്. അപ്പൊ വസു മനസേ എന്നാണ് രൂപം വരിക. വസു മനസേ നമ. വസുർ വസുമന സത്യ. അടുത്തത് സത്യ എന്നാണ്. ഇപ്പൊ വസു എന്നും വസുമന കൂടി വരുമ്പോൾ അവിടെ വസു എന്നുള്ള വിസർഗം എന്നായിട്ട് വസുർ വസുമന എന്ന് വരും. അടുത്തത് സത്യ. സത്യ. സാത്ത് ആ വിസർഗം. സത്യ. സത്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയുന്ന അതേ സത്യം തന്നെയാണ്. സത്യം ആയിട്ടുള്ള എന്നർത്ഥം. യഥാർത്ഥൻ ആയിട്ടുള്ള ആൾ, യഥാർത്ഥമായിട്ടുള്ള, യഥാർത്ഥൻ. ഈ സത്യം എന്ന് പറഞ്ഞാല് എല്ലാ കാലങ്ങളിലും 3 കാലം, ഭൂതം വർത്തമാനം ഭാവി, അങ്ങനെ ഈ 3 കാലഘട്ടങ്ങളിലും ഒരേപോലെ നിൽക്കുന്ന, അതാണ് സത്യം. അങ്ങനെയുള്ള ആയതുകൊണ്ട് അപ്പോ ഒരു മാറ്റവും ഇല്ലാത്ത ഇതിന്റെ തന്നെ ഒരേ സംഗതിയൊക്കെ തന്നെയാണ്. അതിനെ പല പല ഭാവത്തിലും കൽപ്പിക്കുകയാണ്, പല പല പേരുകൾ അതിൽ കൽപ്പിക്കുകയാണ്. അതായത് മുമ്പ് ഒന്നുണ്ട്, അത് പിന്നെ മാറ്റം വന്നു, അങ്ങനെയൊന്നുമില്ല. മാറ്റമില്ലാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത തരത്തിലുള്ള, അതാണ് സത്യം. സത്യ. സത്യം. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്നൊക്കെ പറയാറില്ല. അപ്പോ അതൊക്കെ ഭഗവാനെ പറ്റിയിട്ട് പറയുന്നതാണ്. അപ്പൊ അതാണ് സത്യ. സത്യം ആയിട്ടുള്ള ആള് സത്യ. അപ്പോ വസുർ വസുമന. പിന്നെ സത്യ, അവിടെ അതെ സകാരം ഇരട്ടിച്ചു വരും. വസുർ വസുമന സത്യ. സത്യ എന്നാവും. അപ്പൊ സത്യ എന്നുള്ളത് അകാരാന്തായതുകൊണ്ട് സത്യായ എന്ന് വരും. സത്യായ നമ. അപ്പൊ വസുർ വസുമന സത്യ. അടുത്തത് സമാത്മാ. സമ ആത്മാ, അതാണ് സമാത്മാ. സമമായ ആത്മാവോട് കൂടിയ ആള് സമാത്മാ. സമ ആത്മാ, എല്ലാവരിലും ഒരേപോലെയുള്ള ആള്. ഒരു സത്യം തന്നെ പലതരത്തില്, ഒരു സത്യം അത് രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ
പലതരത്തിൽ നമുക്ക് അനുഭവപ്പെടാം. ഈ ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും അക്ഷയമായിട്ടുള്ള, എല്ലാവരെയും ഒരേപോലെ ആരാധിക്കുന്ന അങ്ങനെയുള്ള ആ സ്വരൂപത്തിനെ കാണുന്ന തരത്തിൽ ആവുക. അതായത് ദിവ്യമായിട്ടുള്ള ദർശനം എന്നൊക്കെ പറഞ്ഞ പോലെ, ദിവ്യ ദർശനം. ആത്മാവ് എന്നുള്ളത് എല്ലാത്തിലും ഒരുപോലെയാണ് എന്ന് പറയാറുണ്ടല്ലോ, അത് തന്നെയാണ്. ആത്മാവ് എല്ലാത്തിലും ഒരുപോലെയാണ്. ചെറിയ ജീവിയായാലും വലിയ ജീവിയായാലും എല്ലാത്തിലും ആത്മാവ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിട്ടുള്ളതാണ്. അതാണ് സമാത്മാ. അപ്പോ വസ്തു വസുമനാ സത്യ സമാത്മാ, സത്യസമാത്മാന്നാവും കൂടി വരുമ്പോഴേ. ഇനിയിപ്പോ ഓരോന്നിന്റെയും വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സത്യ എന്നുള്ള വിസർഗം സകാരാണ്, സകാരായി മാറി സമാത്മാ എന്നുള്ളതിന്റെ കൂടെ കൂടി ഇപ്പൊ സത്യസമാത്മാന്നാവും. വസുമനാ സത്യസമാത്മാ. പിന്നെ സമാത്മാ, സമാത്മാ. പിന്നെ അസംമിതായ, അസംമിത എന്നാണ്. സമാത്മാ അസംമിത, അസംമിത. സമാത്മാ എന്ന് കഴിഞ്ഞിട്ട് അടുത്തത് അസംമിത. സമാത്മാ അസംമിത, 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 അസംമിത. സ്വീകാര്യൻ ആയിട്ടുള്ള, ഒന്ന് ആയിട്ടുള്ള. സംമിതം പലതരത്തിലുള്ള പല പല മുനിമാരും ഋഷിമാരൊക്കെ അവരൊക്കെ പലതരത്തില് വിലയിരുത്തിയിട്ടുണ്ട്, അവര് കണ്ടുപിടിച്ചിട്ടുണ്ട്, അവര് കണ്ടെത്തിയിട്ടുണ്ട്, അവരതിനൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സത്യം, ആ സത്യം അതാണ് അസംമിത. സമാത്മാ അസംമിത, സംമിത, സംഹിത, അസംമിത എന്നാണ് സംയുക്തമായിട്ടുള്ള ഭാവം. സമാത്മാ അത് തന്നെയാണ് അസംമിത. അതായത് ഒരിക്കലും ആർക്കും വേറൊരാള് തുല്യനല്ല, തുല്യമായിട്ട് വേറൊരാളില്ല, വേറൊരാൾക്ക് അനുകരിക്കാൻ പറ്റാത്ത, അതൊക്കെയാണ് അസംമിത. സംമിതനല്ലാത്ത എന്നർത്ഥം. സംമിത, അസംമിത. വസുറു വസുമനാ സത്യ സമാത്മാ അസംമിത. അടുത്തത് സമ. അസംമിത കഴിഞ്ഞിട്ട് അടുത്തത് സമ. അസംമിത എന്നുള്ളതും അസംമിതായ എന്ന് രൂപം വരും. പിന്നെയുള്ളത് സമ. സമ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തുല്യം എന്നുള്ള അതേ അർത്ഥം തന്നെ. സത്യം, യഥാർത്ഥം, അനന്തമായിട്ടുള്ള യാഥാർത്ഥ്യം, അതൊക്കെ തന്നെയാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമ എന്നുള്ളതിന്റെയും അർത്ഥം വരുന്നത്. അനേക സത്യങ്ങൾ അത് പലതരത്തിൽ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ സമ. സ മ എന്ന് വേറൊരർത്ഥം. മ എന്നുള്ളതിന് ലക്ഷ്മി ഭഗവതി എന്നൊരർത്ഥമുണ്ട്. അപ്പൊ സ മ, ലക്ഷ്മി ഭഗവതിയോട് കൂടിയ എന്നുള്ളൊരർത്ഥത്തിലും സമ എന്നുള്ള പദം പ്രയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് സമ. അസംമിത സമ, അവിടെയും കൂടി വരുമ്പോ അസംമിത സമ എന്നാവും. അടുത്തത് അമോഘ. അമോഘ, മോഹം അല്ലാത്ത, അതാണ് അമോഘ. മോഹം എന്ന് പറഞ്ഞാല് ഉപയോഗമില്ലാത്ത എന്നൊക്കെ അർത്ഥമാണ്. നിഷ്ഫലമായിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് മോഹം എന്നുള്ള വാക്കിന് വരിക. അതല്ലാത്ത എന്നർത്ഥം. ഉപയോഗ ശൂന്യൻ അല്ലാത്ത ആളാണല്ലോ. എല്ലാവരുടെയും
ആവശ്യങ്ങൾ നിറവേറ്റുന്നയാളാണ്. ഏറ്റവും ഉപയോഗമുള്ള ആളാണ്. എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നിറവേറ്റുന്നയാളാണ്. അതുകൊണ്ടൊക്കെ തന്നെ അമോഘ. അപ്പോ അമോഘ, സമാത്മാ സംവിത അമോഘ. പിന്നെ പുണ്ടരീകാക്ഷ, പുണ്ടരീക അക്ഷ, പുണ്ടരീക അക്ഷ. അമോഘ എന്നുള്ളത് അമോഘായ എന്നാണ് രൂപം വരിക. പുണ്ടരീകാക്ഷ എന്ന് പറയുമ്പോൾ പുണ്ടരീകത്തിന്റെ അക്ഷത്തോടുകൂടി അക്ഷം. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. പുണ്ടരീകം താമര, താമര പോലെയുള്ള കണ്ണോടുകൂടിയാന്നൊരു അർത്ഥം പറയാം. ഹൃദയം ആകുന്ന ആകാശം, അതിനെ പുണ്ടരീകമായിട്ട് വേറെ തരത്തിലും പറയാം. അതിനെ കാണാൻ കഴിയുന്ന, പുണ്ടരീകത്തെ കാണാൻ കഴിയുന്ന, ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന എന്നുള്ള ഒരർത്ഥം. ഹൃദയത്തിൽ ധ്യാനിക്കുന്നയാൾക്ക്, ഭക്തിയോടുകൂടി ധ്യാനിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്നൊരർത്ഥം എടുക്കാം. അതല്ലാതെ ഒരർത്ഥമാണ് പിന്നെ താമരയുടെ കണ്ണോട് കൂടിയ എന്നൊരർത്ഥം. അപ്പോ വസുർവസുമനാസത്ത് അമോഘ പുണ്ടരീകാക്ഷ. അമോഘ എന്നുള്ള വിസർഗമായിട്ട് തന്നെ ഉച്ചരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പുണ്ടരീകാക്ഷ എന്നുള്ളത്. അവിടെ ഈ ശ്ലോകമായിട്ട് വരുമ്പോ പുണ്ടരീകാക്ഷോ എന്നായി മാറും. അമോഘ എന്നുള്ളത് അമോഘായ, പുണ്ടരീകാക്ഷ എന്നുള്ളത് പുണ്ടരീകാക്ഷായ. പിന്നെ വൃഷകർമ്മ, വൃഷകർമ്മ, പുണ്ടരീകാക്ഷോ വൃഷകർമ്മ, വൃഷകർമ്മ, വൃഷകർമ്മ. നമ്മൾ നേരത്തെ പറഞ്ഞു വൃഷം എന്നുള്ളതിന് ധർമ്മം എന്ന അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ വൃഷമായിട്ടുള്ള കർമ്മ, ധർമ്മമായിട്ടുള്ള കർമ്മ, എല്ലാ പ്രവൃത്തികളും നല്ല നീതിയോട് കൂടിയിട്ട് ഉള്ളതായിരിക്കും. അല്ലെങ്കിൽ നീതി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ധർമ്മം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കർമ്മം പ്രവർത്തിക്കുന്നയാള് എന്നർത്ഥം. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നൊക്കെ ഗീതയിലുണ്ടല്ലോ. അതൊക്കെ തന്നെ സംഭവാമി. അപ്പൊ അങ്ങനെ ധർമ്മത്തിന് വേണ്ടിയിട്ട്, വൃഷത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്ന, ധർമ്മത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന, അതാണ് വൃഷകർമ്മ. വൃഷകർമ്മ, കർമ്മ എന്നുള്ളത് നകാരാന്താണ്. വൃഷകർമ്മണേ നമ എന്ന. ഓം വൃഷകർമ്മണേ നമ, വൃഷകർമ്മണേ നമ എന്നാവും രൂപം. വൃഷകർമ്മ. വൃഷാകൃതി, വൃഷാകൃതി, വൃഷാകൃതി വിസർഗം, വൃഷാകൃതി. അപ്പൊ അവിടെയും ഈ അർത്ഥം തന്നെ എടുക്കാം. വൃഷം എന്ന് പറഞ്ഞാൽ ധർമ്മം. ആ ധർമ്മത്തിന്റെ ആകൃതി, ആകൃതി എന്ന് പറഞ്ഞാൽ സ്വരൂപം, ആ രൂപത്തിലുള്ള, ധർമ്മത്തിന്റെ രൂപത്തിലുള്ള ആള്. പ്രവൃത്തികളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ നീതിയുക്തമാണ്, നീതിമാനാണ്. ഓരോരോ അവതാരങ്ങളിലും പല പല രൂപങ്ങളും സ്വീകരിക്കുന്നതൊക്കെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കാനും ധർമ്മമായിട്ടുള്ള ഭരണം ഉണ്ടാവാനും അത് നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് വൃഷാകൃതി. വൃഷ ധർമ്മത്തിന്റെ ആകൃതിയായിട്ടുള്ള എന്നർത്ഥം. വൃഷാകൃതി, വൃഷകർമ്മ, വൃഷാകൃതി. വൃഷാകൃതി എന്നുള്ളത് ഇകാരാന്താണ്. ഇപ്പൊ വൃഷാകൃതയേ നമ എന്നാവും. വൃഷാകൃതയേ നമ എന്നാവും രൂപം. നാമാവലി, നാമായിട്ട് വരുമ്പോ വൃഷാകൃതയേ നമ. അപ്പോ രൂപം ഇതൊന്ന് നമുക്ക് പഠിക്കാം. വസുർവസുമനാ സത്യ, വസുർവസുമനാ സത്യ, വസുർവസുമനാ സത്യ.
സമാത്മാ അസംമിത സമ. അവിടെ സമാത്മാ സംഹിത നല്ല ചെല്ലേണ്ടത്. സമാത്മാ അസംമിത. അസംമിത ആണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. സമാത്മാ അസംമിത സമ. സമാത്മാ അസംമിത സമ. അമോഘ പുണ്ടരീകാക്ഷോ. അമോഘ പുണ്ടരീകാക്ഷോ. അമോഘ പുണ്ടരീകാക്ഷോ. വൃഷകർമാ വൃഷാകൃതി. വൃഷകർമാ വൃഷാകൃതി. വൃഷകർമാ വൃഷാകൃതി. വസുർവസുമനാ സത്യ. സമാത്മാ സംമിത സമ. അമോഘ പുണ്ടരീകാക്ഷോ. വൃഷകർമാ വൃഷാകൃതി. ഇന്ന് ചൊല്ലിയ പഠിച്ച 2 ശ്ലോകങ്ങൾ ഒന്ന് ഞാൻ ചൊല്ലാം, കൂടെ ചൊല്ലിപ്പോകും. അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാദിരച്യുത. വൃഷാകപിരമേയാത്മാ സർവയോഗ വിനിസൃത. വസുർവസുമനാ സത്യ സമാത്മാ സംമിത സമ. അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി. അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര വരെ ആക്കിയിട്ട് നിർത്താം. ഇനി ഇത് നിർത്തിയതിന് ശേഷം പറ്റുന്നവർക്ക് ചൊല്ലാം.